സ്ഥിതിയുണ്ടായിരുന്നു. അതിനെ വളരെ നിസ്സാരമായി കാണാൻ കഴിയില്ല. നേരത്തെ ഇത്തരത്തിൽ വാദം വരുന്നപ്പോൾ CPM നൽകിയ മറുപടി ഉണ്ടായിരുന്നു. ഒപ്പം കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ മറുപടി, ഒരു വ്യക്തി എന്ന് പറഞ്ഞ ബിനീഷ് കോടിയേരി നടത്തിയ ഇടപെടലാണ്. തെറ്റുകാണെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ എന്നടക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നിലപാടുണ്ടായിരുന്നു. ഈ അറസ്റ്റ് കൂടി വരുമ്പോൾ അത്തരം നിലപാട് ആവർത്തിച്ച് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ട് ബിനീഷ് കോടിയേരി ചെയ്യുന്ന ഇടപാടല്ല. പക്ഷെ അതിന് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകിയത് അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഈ വോയിസ് ക്ലിപ്പ് ആദ്യം തന്നെ ഇട്ടത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്നലെ തൻ്റെ സഹോദരൻ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ പോലീസിനെ മർദ്ദിച്ച കേസിൽ പിടിക്കപ്പെട്ട ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികളെപ്പോലെ ഒരു പാർട്ടിയല്ല. ഒരു മതപരിവേഷം, മതാത്മകത മുസ്ലിം ലീഗിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ട് എന്ന് ലീഗ് അണികൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. നൂറുകണക്കിന് പള്ളികളുടെ കാളിയായിട്ടുള്ള ഒരാൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് മാത്രമാണ്. അപ്പൊ ഏതൊരു പാർട്ടിക്ക് സംഭവിക്കുന്ന അപജയത്തെക്കാളും അപകടകരമാണ് മുസ്ലിം ലീഗിന് സംഭവിക്കുന്ന അപജയം എന്ന് പറഞ്ഞാൽ. അത് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ മാത്രമല്ല ബാധിക്കുക, ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസത്തെ, മതത്തെ അത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു കാരണവശാലും കാണാൻ പാടില്ല, കാണരുത്. അത് അവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ മതവുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഞങ്ങൾ പള്ളി കമ്മിറ്റികളുടെ ഭാരവാഹികളാണ്. ഞങ്ങൾ മദ്രസ കമ്മിറ്റികളുടെ ഭാരവാഹികളാണ്. ഞങ്ങളുടെ യോഗം തുടങ്ങാറുള്ളത് വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഖിറാഅത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ യോഗങ്ങൾ ആരംഭിക്കാറുള്ളത്. രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സമ്മേളനങ്ങൾ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരണികൾ ഉദ്ധരിച്ച് തുടങ്ങാറില്ല. അപ്പൊ മുസ്ലിം ലീഗിൽ ഒരാൾ അംഗമാകുന്നത് തൻ്റെ മതപരമായിട്ടുള്ള ഒരു ബാധ്യത എന്നുള്ള നിലയിൽ കൂടിയാണെന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ ലീഗ് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും പറയുന്നത് ലീഗിൽ നിന്ന് പോയാൽ ദീനിൽ നിന്ന് പോയി എന്ന്. ലീഗിൽ നിന്ന് പോയാൽ മതത്തിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് തന്നെ പോയി എന്നതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ വേറെ ഇല്ല. ലീഗ് മാത്രമാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കളും മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെക്കാളും നേതാക്കളെക്കാളും ഉത്തരവാദപ്പെട്ടവരാണ്, സൂക്ഷ്മത പുലർത്തേണ്ടവരാണ്. കാരണം അവർ ചെയ്യുന്ന ചെയ്തികൾ ആ പാർട്ടിയെ മാത്രമല്ല, ആ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന മതത്തെയും പ്രതികൂലമായി ബാധിക്കും. സമീപകാലത്തായിട്ട് മുസ്ലിം ലീഗിന്റെ മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ വഴിയിൽ നിന്ന് ലീഗ് മാറി സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ നിരവധി തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിടിക്കപ്പെടുന്ന ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയ മഹാരഥന്മാർ രൂപം നൽകിയ പാർട്ടി ഇന്ന് മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെയും വിഹാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ സഹോദരൻ PK ബുജായർ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയുണ്ടായി. അതിന് അദ്ദേഹം പറഞ്ഞത്
എൻ്റെ സഹോദരൻ അയാളൊരു വ്യക്തിയാണ്, ഞാനൊരു വ്യക്തിയാണ്. അതിൻ്റെ അർത്ഥശൂന്യത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്നെ നേരത്തെ ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങളുടെ മുന്നിൽ ഞാൻ കേൾപ്പിച്ചത്. സത്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? പി കെ ഫിറോസിന്റെ സഹോദരൻ എത്രയോ വർഷങ്ങളായിട്ട് മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. അത് ഇന്നലത്തെ പരിശോധനയിൽ ബോധ്യപ്പെടുകയുണ്ടായി, പോലീസിന് തന്നെ വ്യക്തമാവുകയുണ്ടായി. എത്രയോ കാലങ്ങളായിട്ട് അദ്ദേഹം ഒരു പ്രത്യേകമായിട്ടുള്ള രാസലഹരി ഉപയോഗിക്കുന്നയാളാണ്. എൻ്റെ പാർട്ടിക്കാരനല്ല എങ്കിൽ എന്തുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ വഴിതെറ്റിപ്പിച്ച തൻ്റെ സഹോദരനെ നിയന്ത്രിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തില്ല? സത്യത്തിൽ പോലീസിന് വിവരം കൊടുക്കേണ്ടിയിരുന്നത് ആരായിരുന്നു? ഫിറോസ് അല്ലേ? തൻ്റെ സഹോദരൻ മയക്കുമരുന്ന് കാരിയറാണ്, അദ്ദേഹം മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആണ്. നാട്ടിൽ പോയി ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തെക്കുറിച്ച്. എത്രയോ ചെറുപ്പക്കാരെ പി കെ ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സത്യം അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് പി കെ ഫിറോസ് തൻ്റെ സഹോദരനെതിരായി എക്സൈസിലോ പോലീസിലോ പരാതിപ്പെട്ടില്ല? അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? മയക്കുമരുന്നിനെതിരായി മുസ്ലിം യൂത്ത് ലീഗിന്റെ ക്യാമ്പയിൻ വലിയ തോതിൽ ആരംഭിച്ചു, വലിയ പ്രചാരം അതിന് കിട്ടി. ആ ക്യാമ്പയിൻ തീരുമാനിച്ച ഘട്ടത്തിലെങ്കിലും ഇതാ തൻ്റെ സഹോദരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു വർഷങ്ങളായിട്ട്. എനിക്കറിയാമത്, കാരണം ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകളായിരുന്നു. ഇപ്പോഴല്ലേ ഫിറോസ് വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നത്? എന്തുകൊണ്ട് ആ കാര്യം പോലീസിനെ അദ്ദേഹം അറിയിച്ചില്ല? അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ടും ഒരു വസ്തുത മറച്ചുവെച്ചു. അത് തെറ്റാണ്. ഒരു മയക്കുമരുന്ന് കാരിയർ തൻ്റെ വീട്ടിലുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലായിട്ടും അത് അധികൃതരോട് പറയാതെ മറച്ചുവെച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കാമല്ലോ. എന്തേ അദ്ദേഹം അത് വെളിപ്പെടുത്തിയില്ല? പറയേണ്ട ആളായിരുന്നില്ലേ? മതവും ദീനും വിശ്വാസവും ഖുർആനിലെ ഉദ്ധരണികളും യഥേഷ്ടം ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ സ്വന്തം വീട്ടിൽ സ്വന്തം കാൽച്ചുവട്ടിൽ ഒരു മയക്കുമരുന്നിന്റെ അഡിക്റ്റ് ഉണ്ടായിട്ട് ആ വിവരം സമൂഹവുമായി പങ്കുവെക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അതിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. പി കെ ഫിറോസിന്റെ സഹോദരൻ ബുജൈർ ഒരു നിഗൂഢമായ ജീവിതം നയിക്കുന്നയാളാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിൽ പോകാറുണ്ട്, കാശ്മീരിൽ പോകാറുണ്ട്. ഈ യാത്രകളെ സംബന്ധിച്ചെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കണം. കാരണം ബാംഗ്ലൂരിൽ നിന്നാണ് ഏറ്റവും അധികം മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുന്നത്. പി കെ ഫിറോസ് തന്നെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കോപ്പിയാണിത്. 28 ഫെബ്രുവരിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത്രയും മയക്കുമരുന്നുകൾ വരുന്നത്? മയക്കുമരുന്നിന്റെ വൻ ഒഴുക്ക് എന്തുകൊണ്ടാണ് തടയാൻ കഴിയാത്തത്? മയക്കുമരുന്ന് ലോബിയെ സഹായിക്കുന്നവർ കപ്പലിൽ തന്നെ അല്ലേ ഉള്ളത്? കപ്പലിലല്ല, സ്വന്തം വീട്ടിലാണ് ഈ ലോബി സ്വൈരവിഹാരം നടത്തുന്നത്. ഇതിന്റെ പ്രഭവ കേന്ദ്രം തന്റെ വീടാണെന്ന്, തന്റെ സഹോദരനിലൂടെയാണ് ആ മേഖലയിലുള്ള മയക്കുമരുന്നുകൾ വരുന്നത് എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അധികൃതരോട് പറയാൻ സാധ്യമാകാതെ പോയത്? എല്ലാം ഇവര് തന്നെയാണ് ചെയ്യുന്നത്. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇദ്ദേഹം നടത്തിയിട്ടുള്ള പല നിഗൂഢമായ യാത്രകളും. ഒരിക്കൽ ഭാര്യയെയും 3 വയസ്സായ കുട്ടിയെയും ബൈക്കിലിരുത്തി കശ്മീരിലേക്ക് പോയിട്ടുണ്ട്, യാത്ര പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ കുടുംബവുമായിട്ടൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് വല്ലാതൊന്നും ആരും പരിശോധിക്കില്ല. അങ്ങനെ പരിശോധിക്കാതിരിക്കാനുള്ള ഒരു പരിചയായി യാത്രകളിൽ കുടുംബത്തെ ഇദ്ദേഹം ഉപയോഗിക്കാറുണ്ടോ? ബാംഗ്ലൂരിലേക്കും കാശ്മീരിലേക്കുമൊക്കെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രയുടെ പൊരുൾ എന്താണ് എന്ന്
അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. നിരവധി ചെറുപ്പക്കാരെയാണ് പി കെ ഫിറോസിന്റെ സഹോദരൻ ബുജൈർ വഴിതെറ്റിച്ചിരിക്കുന്നത്, ലഹരിയുടെ ലോകത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അവരാരൊക്കെയാണ് എന്ന് കണ്ടെത്തണം. മംഗലാപുരത്ത് 123 കിലോ കഞ്ചാവുമായിട്ടാണ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതാവ് അടൂർ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ പിടിയിലായത്. 123 കിലോ കഞ്ചാവുമായിട്ട്. പാർട്ടി ഏതാണ്? മുസ്ലിം ലീഗ്. പാർട്ടിയുടെ പ്രസിഡന്റ് ആരാണ്? നിരവധി പള്ളികളുടെ ഖാദി സ്ഥാനം അലങ്കരിക്കുന്ന ഒരു മഹത് വ്യക്തി. അങ്ങനെയുള്ള ഒരു നേതാവ് നേതൃത്വം നൽകുന്ന പാർട്ടിയിലെ അംഗം, കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക നേതാവ് ഇങ്ങനെ പിടിക്കപ്പെട്ടത് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? 123 കിലോ കഞ്ചാവുമായിട്ട്. അടൂർ സഹകരണ ബാങ്കിൽ ലീഗിന്റെ ഡയറക്ടറാണ്. ഉദുമ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഭാരവാഹി കൂടിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയാലോ, ഞാൻ പറയണോ? പേരുണ്ട്. അതിന്റെ എല്ലാം തെളിവുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അവരാരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഈ 123 കിലോ കഞ്ചാവ് പിടിക്കപ്പെട്ട ആള് ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായി വളരെ അടുത്ത ബന്ധമാണ് ഇയാൾക്കുള്ളത്. ഇത് മാത്രമാണോ? ഇനിയുണ്ടല്ലോ. പ്രാദേശികമായി മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിടികൂടിയിട്ട് അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് വ്യക്തമാകണമെങ്കിൽ ഓരോ ദിവസത്തെയും പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഇത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ലീഗിനെ പോലെയുള്ള ഒരു പാർട്ടി അതിൻ്റെ പ്രവർത്തകന്മാരെ ഇത്യാദി കാര്യങ്ങൾ ചെയ്യാൻ കയറൂരി വിട്ടിരിക്കുകയാണോ? അതിന് മറുപടി ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് പറയേണ്ടത്. മയക്കുമരുന്നിന്റെ കാര്യം മാത്രമല്ല, സാമ്പത്തിക തട്ടിപ്പ് നമ്മളുടെ ജില്ലയിൽ വ്യാപകമാവുകയാണ്. മുസ്ലിം ലീഗിന് അതിലൊരു പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. ചന്ദ്രിക എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള കേന്ദ്രമാക്കിയില്ലേ? ED അത് സംബന്ധമായിട്ട് ബഹുമാന്യനായിട്ടുള്ള ഹൈദരലി ശിഹാബ് തങ്ങളെ പോലും ചോദ്യം ചെയ്തില്ലേ? എന്തിനാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാത്ത കടുങ്കൈ മുസ്ലിം ലീഗ് ചെയ്യുന്നത്? കോൺഗ്രസിന് വീക്ഷണം എന്ന് പറയുന്ന പത്രമുണ്ട്. അവരെന്തുകൊണ്ട് അവരുടെ പത്രത്തെ ഇങ്ങനെ ഒരു പരിചയാക്കി ഉപയോഗിച്ചില്ല? ഏതെങ്കിലും ഒരു പാർട്ടി അങ്ങനെ ഉപയോഗിക്കുമോ? എന്നിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെ EDയുടെ മുന്നിലേക്ക് ചോദ്യം ചെയ്യാൻ ഇട്ടുകൊടുക്കുക. 2 ദിവസം EDക്കാർ വന്ന് ചോദ്യം ചെയ്തു എന്ന് ലീഗ് നേതാക്കന്മാർ തന്നെ സമ്മതിച്ചതല്ലേ? ഇത്തരം കാര്യങ്ങൾ ലീഗ് എന്തിനാണ് ചെയ്യുന്നത്? ലീഗിന് എത്ര വഴികളുണ്ട് ചന്ദ്രികയുടെ നഷ്ടം നികത്താൻ? കത്തുവ ഉന്നോവ ഫണ്ട് അത് മുക്കിയതുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം കോടതിയിൽ ഒരു കേസുണ്ടല്ലോ. അന്വേഷിക്കണം എന്ന് പറയുന്ന ഉത്തരവ് ഹൈക്കോടതി തൽക്കാലം സ്റ്റേ ചെയ്തതാണ്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ തന്നെ അതിൽ കഴമ്പുണ്ട് എന്നാണ് മനസ്സിലായത് എന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മുസ്ലിം ലീഗിലായാൽ എന്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്താം, ഏത് ഫണ്ടും പിരിക്കാം, മുക്കാം, യാതൊരു പ്രശ്നവും ഇല്ല. ലീഗ് നേതൃത്വം മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും യാതൊരു പണിയും വേലയും കൂലിയുമില്ലാത്ത ആളുകളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പി കെ ഫിറോസ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് കത്തുവ ഉന്നോവ ഫണ്ട്. എന്തായിരുന്നു സംഭവം? പള്ളിയിൽ നിന്ന് വരെ ആ പിരിവ് എടുത്തിട്ടുണ്ട്. കാശ്മീരിലെ വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടി അതിക്രൂരമായി
ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ടു. ആ കുട്ടിയുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ എന്ന പേരിലാണ് ഫണ്ട് കളക്ട് ചെയ്തത്. എന്നിട്ട് ആ ഫണ്ട് എവിടെ? ആ കാലയളവിലല്ലേ സെന്റിന് ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം രൂപ വില വരുന്ന 15 സെന്റ് സ്ഥലം PK ഫിറോസ് തന്റെ പേരിൽ വാങ്ങിയത്? കുന്നമംഗലത്ത് തന്റെ വീടിനടുത്ത് അവിടെ ഏതാണ്ട് 1 കോടി രൂപ വിലമതിക്കുന്ന വീട് അദ്ദേഹം വെച്ചു. ആരെങ്കിലും ചോദിച്ചോ ഇയാൾക്ക് എവിടെ നിന്നാ പണം എന്ന്? മറ്റേതെങ്കിലും വലിയ പഴയ പാരമ്പര്യമുള്ള നേതാക്കന്മാര് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയും അവർ പരമ്പരാഗതമായിട്ട് പണക്കാരാണ്. പരമ്പരാഗതമായിട്ട് പണക്കാരനാണോ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി? ഞാനും ആ പദവിയിൽ ഇരുന്നിട്ടുണ്ട്. എന്റെ വീട് നിങ്ങൾ വന്ന് നോക്കി. 20 കൊല്ലം MLA ആയിരുന്നു, 5 കൊല്ലം മന്ത്രിയായിരുന്നു, 10-12 വർഷം ഞാൻ ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. എന്റെ ഭാര്യ അധ്യാപികയാണ്. എന്റെ വീട്ടിന്റെ അവിടക്കങ്ങൾ എത്രയോ ഒളിഞ്ഞും തെളിഞ്ഞും വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ കുന്നമംഗലത്ത് ഫിറോസിന്റെ വീട്ടിൽ പോയി നോക്കിയിട്ടുണ്ടോ? എന്തായിരുന്നു അതിന്റെ സോഴ്സ്? എന്താണ് അദ്ദേഹത്തിന്? എന്താണ് ജോലി? അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്രയധികം പണം കിട്ടിയത്? വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും അദ്ദേഹത്തിന് വല്ല ബിസിനസ്സും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിക്ഷേപം എവിടെ നിന്നുള്ള പണമാണ് ഉപയോഗിച്ചത് അതിനുവേണ്ടി? ഇത് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനല്ലേ? എന്താ പറയാത്തത്? പത്രക്കാരും അന്വേഷിക്കണം അതിനെക്കുറിച്ച്. ഇവർക്കൊക്കെ ഇതിനുള്ള വക എവിടെ നിന്ന്? അപ്പൊ ഞാൻ പറയുകയാണ്, സഹോദരന്റെ ഈ മയക്കുമരുന്ന് കച്ചവടവുമായിട്ട് ഇദ്ദേഹത്തിന് പങ്കുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ തെറ്റു പറയാനാകും? കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലാണ് ബിനീഷ് ഉള്ളത്. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണനെ സംബന്ധിച്ചും പാർട്ടിയും അതിന് മറുപടി പറയണം എന്ന് പറഞ്ഞയാളാണല്ലോ ഫിറോസ്. എന്താണ് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള സോഴ്സിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത്? അത് അദ്ദേഹം നാട്ടിലെ ജനങ്ങളോട് പറയണ്ടേ? മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, അവർ ഭരിക്കുന്ന പഞ്ചായത്ത് തട്ടിപ്പിന്റെ കേന്ദ്രമല്ലേ? സാമ്പത്തിക തട്ടിപ്പിന്റെ കേന്ദ്രമായിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറിയിട്ടില്ലേ? ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളിൽ ഷെയർ കൂട്ടാം എന്നിട്ടതിന്റെ ലാഭവിഹിതം തരാം എന്ന് പറഞ്ഞ് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ 35 കോടി രൂപ ആളുകളെ പറ്റിച്ചത്? ആ സംഭവം നിസ്സാരമാണോ? മലപ്പുറത്തെ പത്രക്കാര് എന്തുകൊണ്ടാണ് അതിനെ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എത്രമാത്രം ഗൗരവമേറിയിട്ടുള്ള കാര്യമാണത്. അതിൽ TP ഹാരിസ് എന്ന് പറയുന്നയാൾക്ക് മാത്രമാണോ പങ്ക്? ഞാൻ പറയുന്നു, മുസ്ലിം ലീഗിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുള്ളത്. പലരെയും വിളിച്ച് ലീഗിന്റെ പല നേതാക്കന്മാരും പറയുന്നുണ്ട്, അടുത്ത കുറി നമ്മളാണ് ഭരണത്തിൽ വരാൻ വേണ്ടി പോകുന്നത്, നിങ്ങളുടെ പൈസ മുഴുവൻ തന്നെ തിരിച്ചു തരും, 1.5 കൊല്ലവും കൂടി നിങ്ങൾ കാത്തിരിക്കുക. പരാതി കൊടുത്ത ആളുകൾ അതിന് തെളിവായി പോലീസിൽ ഇനി പോകരുത് എന്ന് പറയാൻ വേണ്ടി നേതാക്കന്മാർ തന്നെയാണ് വിളിക്കുന്നത്. ലീഗിന്റെ പുറത്താക്കലൊക്കെ ഒരു പൊട്ടീസാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ല, കത്തുവ ഉന്നവ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിന്ന സമയത്താണ് CK സുബൈറിനെ, മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ നേതാവായിരുന്നു CK സുബൈർ, സുബൈറിനെ പുറത്താക്കി. ഇപ്പൊ സുബൈർ പുറത്താണോ അകത്താണോ? പുറത്താക്കിയത് എന്തിനാണെന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹത്തെ അകത്താക്കിയത് എന്തിനാണെന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ലീഗിന്റെ പുറത്താക്കലിന് പുല്ലുവിലയെ ലീഗിന്റെ പ്രവർത്തകന്മാർ കൽപ്പിക്കൂ. കാരണം ഈ സാമ്പത്തിക തട്ടിപ്പുകാരുടെ നേർക്ക് വിരൽ ചൂണ്ടാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് എന്താണ് കഴിയാത്തത്? അവർക്ക് പൊള്ളും. ഈ പണം അവരുടെയൊക്കെ കയ്യിലാണോ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് TP ഹാരിസിനെ ചോദ്യം ചെയ്താലല്ലേ നമുക്കറിയാൻ വേണ്ടി പറ്റൂ. എപ്പോഴാണ് പുറത്താക്കുന്നത്? ഇതൊക്കെ നേരത്തെ തന്നെ അറിയാമായിരുന്നല്ലോ. ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം,
അദ്ദേഹം എടക്കര ബാങ്ക് ശാഖയിൽ നിന്ന് എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിപ്പ് നടത്തി എന്നുള്ള ആക്ഷേപം പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായി വല്ല നടപടിയും എടുത്തോ? തന്റെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ ഭീമമായിട്ടുള്ള ഒരു സംഖ്യ അദ്ദേഹം പല ബാങ്കുകളിലും അടച്ചിട്ടുണ്ട്. എടക്കര ബാങ്കിൽ അടച്ചിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടിയ പണം അന്വേഷിച്ചിട്ടുണ്ടോ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ പേരിൽ ഒരു ബാങ്കിൽ നിന്ന് പിടികൂടി. മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെയാണ് പിടികൂടിയത്. എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്ന ആളുകൾ മാത്രം ഇത്യാദി കേസുകളിൽ ഒരു ജില്ലയിൽ ഇത്രയധികം പിടിക്കപ്പെടുന്നത്? UDF-ലാണെങ്കിൽ കോൺഗ്രസും UDF-ന് നേതൃത്വം നൽകുന്ന പാർട്ടിയല്ലേ. കോൺഗ്രസിൽ അങ്ങനെ ജില്ലാ പഞ്ചായത്ത് അംഗം ഇങ്ങനെ ഒരു ബിസിനസ് നടത്തി എന്ന് പറഞ്ഞ് ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ? നമ്മളുടെ ജില്ലയിൽ സാമ്പത്തിക തട്ടിപ്പ് വ്യാപകമാവുകയാണ്. അതിനെ മുസ്ലിം ലീഗ് വെള്ളവും വളവും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു തരത്തിലുള്ള ഇടപെടലും ലീഗ് നേതൃത്വം ഇടപെടുന്നില്ല. കാരണം ഒരു വിരൽ ആർക്കെ എതിരെയെങ്കിലും ചൂണ്ടിയാൽ 4 വിരല് അവർക്കെതിരെയാണ് ചൂണ്ടുന്നത് എന്നവർക്കറിയാം. അതുകൊണ്ടാണ് അവരിതിനെ ചോദ്യം ചെയ്യാത്തത്. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം എന്ന് പറഞ്ഞ് ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. സോഷ്യൽ സെക്യൂരിറ്റി സ്കീം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ വാർഡ് പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ അടങ്ങുന്ന ഒരു പദ്ധതി. അപ്പൊ എന്താണ്? 2000 രൂപ എല്ലാവരുടെ നിന്നും വാങ്ങുക, എന്നിട്ട് അവര് മരിച്ചാൽ 2 ലക്ഷം രൂപ, പരിക്ക് പറ്റിയാൽ 50,000 രൂപ, ഇതൊക്കെ കൊടുക്കുക. അങ്ങനെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം അത് പ്രഖ്യാപിച്ചു. അതിന്റെ മുഖ പേജാണ് ഇത്. ഞാൻ വെറുതെ പറയുന്നതല്ല, അതിന്റെ മുഖ പേജാണ് ഇത്. സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, ലീഗ് പ്രഖ്യാപിച്ച സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. ആ സ്കീമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഏത് ബാങ്കിലാണ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിന്റെ പണം നിക്ഷേപിച്ചിട്ടുള്ളത്? ഏത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ടാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഒപ്പുവെച്ചിട്ടുള്ളത്, കരാർ ചെയ്തിട്ടുള്ളത്? മറ്റുള്ളവരെ പറ്റിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. സ്വന്തം പാർട്ടിയുടെ വാർഡ് ഭാരവാഹികളെ പറ്റിക്കുന്ന പാർട്ടി ലീഗല്ലാതെ മറ്റേത് പാർട്ടിയാണ്? അപ്പൊ ആരും അതിനെതിരായിട്ടൊന്നും ശബ്ദിക്കില്ല. കാരണം 2000 രൂപയല്ലേ, അത് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു നിൽക്കും. അപ്പൊ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിനെ കുറിച്ച് വിശദീകരിക്കേണ്ട ചുമതല മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനുണ്ട്. ഈ സമയത്താണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത്. വയനാട് പുനരധിവാസത്തിന് 40 കോടിയിലധികം രൂപയാണ് ലീഗ് പിരിച്ചത്. എന്തുകൊണ്ടാണ് മറ്റു പല സ്വകാര്യ സംഘടനകൾക്കും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു വീട് പോലും നിർമ്മിക്കാൻ മുസ്ലിം ലീഗിന് സാധ്യമാകാതെ പോയത്? അവർ സ്ഥലം വാങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. എൻ്റെ അടുത്തുണ്ട് സ്ഥലം വാങ്ങിയ ഡേറ്റ്. 5 പേരിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേരിൽ സ്ഥലം വാങ്ങിയിട്ടുള്ള അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. 5 ആധാരത്തിന്റെ ഫുൾ കോപ്പിയാണിത്. എന്നാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്? രജിസ്ട്രേഷൻ നടക്കുന്ന ഡേറ്റ് നാലാം മാസമാണ്. ഇരുപത്തിയേഴ് 5/2025 5-ാം മാസമാണ് നടക്കുന്നത്. ഇപ്പോ 8-ാം മാസമായി. ഇതുവരെയും എന്തുകൊണ്ടാണ് പ്രൈവറ്റായിട്ട് വാങ്ങിയിട്ടുള്ള സ്ഥലത്ത് ഒരു വീടിന്റെ തറക്കല്ലിടാൻ വേണ്ടി പറ്റാത്തത്? 1.25 ലക്ഷത്തോളം രൂപ സെന്റിന് തോട്ടഭൂമിയാണ് വാങ്ങിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിൽ നല്ലൊരു ശതമാനം തോട്ടഭൂമിയാണ് എന്നാണ് കേൾക്കുന്നത്. എന്തിലും കമ്മീഷൻ അടിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പതിവായി മാറിയിരിക്കുന്നു. സത്യത്തിൽ
കഫംപുടക്ക് പോലും ഇവരുടെ കയ്യിൽ പണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കൊടുത്ത അതിൽ നിന്നും കമ്മീഷൻ അടിക്കും. ഇവർ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി വയനാട് പുനരധിവാസത്തെ എത്രമാത്രം ലാഘവത്തോടു കൂടിയാണ് കണ്ടത്. അതിനു വേണ്ടിയിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി. എന്തിന്? സ്ഥലം വാങ്ങാൻ. ആരെയാണ് സാധാരണ നമ്മൾ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ കമ്മിറ്റിയിൽ അംഗമാക്കുക? വയനാട്ടിൽ ഒരുപാട് സ്ഥലമൊക്കെയുള്ള മുസ്ലിം ലീഗിലെ നിരവധി നേതാക്കന്മാരുണ്ടല്ലോ. അവർ വേണമെങ്കിൽ സ്ഥലം വെറുതെ കൊടുക്കുമല്ലോ. PV അബ്ദുൽ വഹാബ് MP അദ്ദേഹത്തെ അതിന്റെ കൺവീനർ ആക്കിയിട്ട് തീരുമാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ വയനാട്ടുകാരൻ ഒരാള്, MSFന്റെ ഏതോ ഒരു ഭാരവാഹി, ഇവരെയാണ് ഇവരുൾപ്പെടുന്ന ഒരു കമ്മിറ്റി. PK ബഷീർ MLA അതിന്റെ കൺവീനർ. എത്ര വക്കീലന്മാരുണ്ട്? ഇങ്ങനെ ഒരു സ്ഥലമേറ്റെടുപ്പൊക്കെ വരുമ്പോ ഒരു വക്കീലിനെ ആ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണ്ടേ? ഉൾപ്പെടുത്തിയോ? ഇല്ല. ഇവര് തീരെ നിരുത്തരവാദപരമായിട്ട് മുൻകാലങ്ങളിൽ ധനസമാഹരണത്തിൽ ഒരു തരത്തിലുള്ള സൂക്ഷ്മതയും കാണിക്കാത്ത ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ അംഗങ്ങളാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചത്. 40 കോടി രൂപ സമാഹരിച്ചു ആളുകളിൽ നിന്ന്. എന്നിട്ട് മറ്റു പല സ്വകാര്യ സംഘടനകളും വീട് വെച്ച് അതിന്റെ വിതരണം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ലീഗിന് മാത്രം എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ കഴിയാതെ പോയത്? 1.25 ലക്ഷം രൂപ സെന്റിന് കൊടുത്ത് അവിടുന്ന് തന്നെ അവിടുത്തെ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞില്ലേ, കൽപ്പറ്റയിലെ ചാത്തുക്കുട്ടി, അദ്ദേഹം പറഞ്ഞല്ലോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട്, നിങ്ങൾ ഈ വാങ്ങിയ വെള്ളയുടെ പകുതി വിലക്ക് ഇതിനേക്കാൾ നല്ല സ്ഥലം ഞാൻ എടുത്തു തരാം. തോട്ടഭൂമിയാണ് എന്നുള്ള തർക്കം ഇപ്പൊ തീർന്നിട്ടില്ല. കക്ഷികളോട് ഹാജരാകാൻ വേണ്ടി പറഞ്ഞു. 10 ദിവസം അവധി വേണം എന്നാണ് കക്ഷികൾ പറഞ്ഞത്. ഇത് തോട്ടഭൂമി അല്ല എന്നുള്ള ഉറപ്പ് ലീഗ് നേതൃത്വത്തിനുണ്ടെങ്കിൽ അത് വിറ്റ ആളുകൾക്ക് അത് തോട്ടഭൂമിയാണെന്ന് തെളിയിക്കാനുള്ള രേഖ അവരുടെ കയ്യിൽ ഇല്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതുമായി ബന്ധപ്പെട്ട് എത്രയോ വർഷങ്ങളായിട്ട് കേസുകൾ നടക്കുന്നു. മുസ്ലിം ലീഗിന്റെ വയനാട് ജില്ലാ അധ്യക്ഷൻ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അതിൽ അംഗമാക്കാതിരുന്നത്? സാധാരണ നമ്മളൊരു കാര്യത്തിനൊക്കെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സംഘടനയുടെ പ്രസിഡന്റിനെയാണ് അതിൽ അംഗമാക്കുക. എന്നാൽ എന്തുകൊണ്ടാണ് വയനാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനെ അതിന്റെ സബ് കമ്മിറ്റിയിൽ അംഗമാക്കാതിരുന്നത്? സാമ്പത്തിക തട്ടിപ്പ്, അതുപോലെ തന്നെ മയക്കുമരുന്ന്, ഇതൊക്കെ നടത്തുന്നവരുടെ വിഹാര കേന്ദ്രമായി, അവർക്ക് പരിരക്ഷണം നൽകുന്ന സംഘടനയായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. ലീഗിനെ അനുകൂലിക്കുന്ന മതസംഘടനകൾ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ലീഗിനെ ഉപദേശിക്കാത്തത്? എല്ലാവരെയും ഉപദേശിക്കാറുണ്ടല്ലോ അവര്. എന്തുകൊണ്ട് ലീഗിനെ ഉപദേശിക്കുന്നില്ല? ലീഗിന്റെ നേതൃത്വത്തെ ഉപദേശിക്കുന്നില്ല? ഇത്തരക്കാരെ വെച്ചുകൊണ്ട് ലീഗിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവരെന്തുകൊണ്ടാണ് പറയാത്തത്? ഇപ്പൊ മലപ്പുറം ജില്ലയിലും മലബാറിലും മറ്റൊരു പ്രവണതയും കൂടി ശക്തിപ്പെടുകയാണ്. അതും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്താന്ന് വെച്ചാൽ, വ്യാപകമായിട്ട് ഇപ്പോൾ ഷെയർ ബിസിനസ്സുകൾ ഇവിടെ തുടങ്ങുകയാണ്. സ്വകാര്യ ആളുകൾ, ഒരു 5-10 പൈസക്കാരായിട്ടുള്ള ആൾക്കാർ ഒത്തുകൂടും, എന്നിട്ട് ഷെയർ വാങ്ങും. ഈ കമ്മിറ്റികളുടെ ഒക്കെ ചെയർമാൻ സ്ഥാനത്ത് പാണക്കാട്ട തങ്ങന്മാരെയാണ് അവർ വെക്കുന്നത്. തങ്ങന്മാര് ചെയർമാന്മാർ. ആ സാധുക്കൾ ഒന്നും അറിയില്ല. അവരെ ചെന്ന് നിങ്ങൾ ചെയർമാനാണ് ഇതിൻ്റെ, വയനാട്ടിൽ നമുക്ക് ഒരു 50 ഏക്കർ ഭൂമിയുണ്ട്, അവിടെ ഒരു ഫാം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് നാട്ടുകാരെടുത്ത് നടന്നിട്ട് പൈസ പിരിക്കുക. ഇപ്പോ യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്ക് ഒരു അനുകൂല സാഹചര്യവും കൂടി ഉണ്ട്. എന്താന്ന് വെച്ചാൽ, പൈസ ബാങ്ക് ട്രാൻസാക്ഷനിലൂടെ മാത്രമേ നടത്താവൂ. നമ്മൾ പണ്ടത്തെ പോലെ ചെക്കിൽ പണം എഴുതിയിട്ട് കോടതിയിൽ കൊണ്ടുപോയാൽ കോടതി ഇനി മുതൽ അത് സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നല്ല സുഖമായി. ഇപ്പോ
എന്നിട്ട് ഇവർ പറയാണ് ഈ ആളുകളോട്, ഈ ഷെയർ ഹോൾഡേഴ്സിനോട് ഷെയർ ചോദിച്ചാൽ പറയാ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റൂല, കാരണം നിങ്ങളുടെ പണത്തിന്റെ സോഴ്സ് വെളിപ്പെടുത്തേണ്ടിയിരുന്നു. ഈ സാധുക്കളെ പേടിപ്പിക്കുക. ഇതാണ് ഈ 35 കോടി രൂപ TP ഹാരിസിന്റെ തട്ടിപ്പിലും നടന്നിട്ടുള്ളത്, മറ്റു പല തട്ടിപ്പിലും. അപ്പൊ എനിക്ക് പാണക്കാട് കുടുംബത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, പാണക്കാട്ടെ തങ്ങന്മാര് ഒരു സ്വകാര്യ ഏതെങ്കിലും ആളുകൾ ഷെയർ ബിസിനസ്സിൽ തുടങ്ങുന്ന ഒരു സ്വകാര്യ സംരംഭത്തിന്റെയും ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കരുത്. ഉള്ള ചെയർമാൻ സ്ഥാനങ്ങൾ അവർ രാജിവെക്കണം. അവരുടെ പേര് വെച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഒന്നിലും അവരംഗമാകാൻ വേണ്ടി പാടില്ല. പാണക്കാട്ടെ തങ്ങന്മാര് മുൻകാലങ്ങളിൽ പാണക്കാട്ടെ പുക്കോയ തങ്ങള് എത്ര ബിസിനസ് സംരംഭങ്ങളുടെ ചെയർമാനായിട്ടുണ്ട്? വലുതും ആയിട്ടുണ്ടോ? ശിഹാബ് തങ്ങള് ആയിട്ടുണ്ടോ? ഹൈദരലി ശിഹാബ് തങ്ങള് ആയിട്ടുണ്ടോ? എന്തിനാണ് അവരവരുടെ പേരും അഡ്രസ്സും വിലയും നിലയും ഈ ആളുകൾക്ക് ബിസിനസ് നടത്താൻ വേണ്ടി കൊടുക്കുന്നത്, ആളുകളെ പറ്റിക്കാൻ വേണ്ടി കൊടുക്കുന്നത്? മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന സ്വകാര്യ സംരംഭകന്മാരുണ്ടല്ലോ, കുറച്ച് ആൾക്കാരുണ്ട് കൂടുക, എന്നിട്ടൊരു 25 ലക്ഷം രൂപ വീതം ഒരു ആളുകൾ ഷെയർ എടുക്കുക, എന്നിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കുക, എന്നിട്ടൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് തുടങ്ങുക. ചെയർമാൻ ആരാ? അത് പാണക്കാട്ടെ തങ്ങൾ. വിദ്യാഭ്യാസ കച്ചവടത്തിന് പാണക്കാട്ടെ തങ്ങന്മാർ കൂട്ടുവെക്കാൻ പാടുണ്ട്. എത്ര സ്വകാര്യ സംരംഭങ്ങൾ, സമസ്തയുടേതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഓർഫനേജുകളുടേതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ സ്വകാര്യ വ്യക്തികൾ ഉണ്ടാക്കുന്ന ട്രസ്റ്റിന്റെ ചെയർമാൻമാരായി എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ജില്ലയിലും മറ്റു പല ജില്ലകളിലും മലബാറിൽ നടക്കുന്നുണ്ട്? തികഞ്ഞ വിദ്യാഭ്യാസ കച്ചവടം. ആ വിദ്യാഭ്യാസ കച്ചവടം അവസാനിക്കണമെങ്കിൽ തങ്ങന്മാര് ഇത്തരത്തിലുള്ള ഒരു ട്രസ്റ്റിന്റെയും ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കണം. അതിനാദ്യം വേണ്ടത് പാണക്കാട് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാണക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രവേശനത്തിനും അധ്യാപക നിയമനത്തിനും അടുത്ത വർഷം മുതൽ ഒരു ചില്ലി പൈസ പോലും വാങ്ങില്ല എന്ന് അവർ പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രമേ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള യുദ്ധം ഈ ജില്ലയിൽ ആരംഭിക്കാൻ വേണ്ടി കഴിയും. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നവർക്കെതിരായി വിരൽ ചൂണ്ടാൻ സാധിക്കും. അങ്ങനെ ഒരു വിപ്ലവം ഇവിടെ നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഞാൻ വിളിക്കണമെന്ന് തീരുമാനിച്ചത്. ആരും ഇത് മിണ്ടൂല, ആർക്കും ഇത് പുറത്തു പറയാൻ ധൈര്യമില്ല, എല്ലാവർക്കും പേടി. എല്ലാവരും അങ്ങനെ പേടിച്ചിരുന്നാൽ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്മാരാണ് വഞ്ചിക്കപ്പെടുന്നത്. എത്രയോ ആളുകൾ ഗൾഫിൽ നിന്ന് ജീവിതം മുഴുവൻ പ്രയാസപ്പെട്ട ആളുകൾ, അവര് കിട്ടിയ സമ്പാദ്യം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാര് നേതൃത്വം നൽകുന്ന ട്രസ്റ്റിലേക്ക് നിക്ഷേപിക്കുന്നത് അതിന്റെ ലാഭം തിരിച്ചു കിട്ടി അവസാന കാലത്ത് നല്ലതുപോലെ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ്. പക്ഷെ ആ പണം തന്നെ നഷ്ടമാകുന്ന സ്ഥിതി നിലനിൽക്കുന്നു. അപ്പൊ ആദ്യം ബഹുമാന്യരായിട്ടുള്ള പാണക്കാട്ടെ സയ്യിദന്മാർ, എനിക്ക് അവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവർ ഒരു കച്ചവടക്കാരന്റെ ട്രസ്റ്റിന്റെ, ഒരു സ്വകാര്യ സംരംഭങ്ങളുടെ ട്രസ്റ്റിന്റെ അമരത്തും ഉണ്ടാവാൻ പാടില്ല. അത് ഹോസ്പിറ്റലായാലും ശരി, അത് ഗോൾഡ് ജ്വല്ലറികളായാലും ശരി, ഫാമുകൾ, കമ്പനികൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ട്രസ്റ്റുകളായാലും ശരി, അതിന്റെ ഒന്നും തലപ്പത്തിരിക്കാൻ വേണ്ടി പാടില്ല. ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും അങ്ങനെ ചെയ്യുന്നില്ല. അതാണ് ലീഗുകാർ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസ് ആണ് എല്ലാ നിലക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്ന പാർട്ടി എന്നാണ് പറയാറ്. ആ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലും ചെയ്യാത്ത തരത്തിലുള്ള തട്ടിപ്പാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരായി ലീഗ് പ്രവർത്തകർ തന്നെ ശക്തമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ
ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. യൂത്ത് ലീഗ് ധോത്തി ചാലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി നടത്തി. ഇപ്പൊ MSF-കാരും പറ്റിക്കാണ്, യൂത്ത് ലീഗേരും പറ്റിക്കാണ്, ലീഗേരും പറ്റിക്കാണ്. അപ്പൊ എന്താ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, മൊല്ലാക്ക ബാക്കി ഞാൻ പറഞ്ഞില്ല. MSF ദേശീയ തലത്തിൽ ഒരു പിരിവൊക്കെ നടത്തി. എന്തിന്? പാവപ്പെട്ട ആളുകളെ ഉത്തരേന്ത്യയിൽ ദത്തെടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. എത്ര കുട്ടികളെ ദത്തെടുത്തു? ഇതിന്റെയൊക്കെ ഒരു ഫീഡ്ബാക്ക് അവർ നാട്ടിലെ ജനങ്ങളോട് പറയണ്ടേ? അന്ന് യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായിരുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ എത്ര പണം അതുമായി ബന്ധപ്പെട്ട് പിരിച്ചു. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞാൻ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് എറണാകുളത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളനം നടന്നത്. സമ്മേളനം കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുൻപ് അന്ന് കിട്ടിയിട്ടുള്ള മുഴുവൻ പൈസ, ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൈസ അതടക്കം ചെലവ് എത്രയായി, അവസാനം 8 ലക്ഷം രൂപ ബാക്കിയാക്കി ആ കണക്ക് ബഹുമാന്യനായിട്ടുള്ള ശിഹാബ് തങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നപ്പോ തങ്ങളിന്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, ലീഗിൽ ഇത് ആദ്യമാണ് കേട്ടോ. 8 ലക്ഷം രൂപ ബാക്കിയായിട്ട് വരവുക ചെലവുകാണ്. യൂത്ത് ലീഗരോട് ചോദിച്ചു നോക്കാണി, ധോത്തി ചാലഞ്ച് അതൊക്കെ ഉണ്ടായി എന്നറിയും. 2,72,000 തുണികളാണ് വാങ്ങിയത് ഒരു കമ്പനിയിൽ നിന്ന്. 2,72,000 തുണികൾ 600 റുപ്യാണ് മേടിച്ചത്. 150 റുപ്യയുടെ തുണി ഈ പാവങ്ങൾക്ക് കൊടുത്തിട്ട് ഓലോട് പറഞ്ഞു, ഇതിന് 750 റുപ്യാണ് മാർക്കറ്റില്. തുണി കണ്ടെടുത്തിട്ട് ഒരു അലക്കലക്കിയിട്ടില്ല, അപ്പോത്തിന് കരന്റെ നിറായി ബാക്കിയുള്ള എല്ലാ വെളുത്ത ഭാഗവും. നിങ്ങൾ ചോദിച്ചു നോക്കി. ഇങ്ങനെ കള്ളത്തരം നടത്തുന്ന യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർക്ക് കടിഞ്ഞാണിടാൻ ലീഗിന് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? കാരണം സാധിക്കൂല. അവിടെ ഇതിനേക്കാളും വലിയ കൊള്ളയാണ് നടക്കുന്നത്. എല്ലാവരും വാരിയാണ്. 10 കൊല്ലം ഭരണത്തിലില്ല എന്നുള്ളതിന്റെ നഷ്ടം നികത്തുന്നത് നാട്ടുകാരുടെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ടാണ്. അതും ലീഗ് അനുഭാവികളും ലീഗിന്റെ പ്രവർത്തകരുമായിട്ടുള്ള സാധുക്കളായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ള ലീഗ് നേതൃത്വത്തെ ബഹുമാനിക്കുന്നവരുടെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട്. ഈ വാരൽ ലീഗ് അവസാനിപ്പിക്കണം. എനിക്ക് ലീഗ് പ്രവർത്തകരോടും ഈ ജില്ലയിലെയും മറുജില്ലകളിലെയും ആളുകളോട് പറയാനുള്ളത്, ലീഗിന്റെ നേതാക്കന്മാര് ചെയർമാൻമാരോ കൺവീനർമാരോ ആയി ട്രസ്റ്റ് ഉണ്ടാക്കി ബിസിനസ് തുടങ്ങാനെന്ന പേരിൽ, ജ്വല്ലറി തുടങ്ങാനെന്ന പേരിൽ, ടെക്സ്റ്റൈൽസ് തുടങ്ങാനെന്ന പേരിൽ, ആശുപത്രി തുടങ്ങാനെന്ന പേരിൽ, ഫാമുകൾ തുടങ്ങാനെന്ന പേരിൽ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ഒരു ചില്ലി പൈസ കൊടുത്തു പോകരുത്. ലീഗേറെ കയ്യിൽ പൈസ പെട്ടാല് പള്ളിക്കാട്ടിക്ക് സലാഞ്ചല്യമായില്ല, മടക്കല്ല. അത് പിന്നെ നിങ്ങള് ദീനുൽ ഇസ്ലാമിന്റെ വകീൽക്കാട്ട് കൂട്ടിക്കാളി എന്നറിയും. ഈ പറ്റിക്കൽ മുസ്ലിം ലീഗ് നേതൃത്വം അവസാനിപ്പിക്കണം. മയക്കുമരുന്ന് മാഫിയയും സാമ്പത്തിക തട്ടിപ്പും ലീഗ് ഒരു വിനോദമായി കൊണ്ടു നടക്കുന്നത് അവസാനിപ്പിക്കണം. എങ്ങനെ? ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ മതിയല്ലോ. ബിനീഷ് കോടിയേരിക്കെതിരെ ഇങ്ങനെ പറഞ്ഞു, അതാണല്ലോ പരാതിയുടെ ആധാരമായിട്ടൊക്കെ എടുത്തത്. തീർച്ചയായിട്ടും അത് പരാതി നൽകേണ്ടതുണ്ട്, അവിടെ നൽകും. പിന്നെ തീർച്ചയായിട്ടും അങ്ങനല്ല. അതെന്താ കാരണം? എത്രയോ ആളായി കാലങ്ങളായിട്ട് അയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് അയാൾ തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. നമ്മളാരും അല്ലല്ലോ. നാട്ടിൽ ചെന്ന് ചോദിച്ചാൽ അറിയാം, അയാൾ ലഹരിയുടെ കടത്തുകാരനാണ്, കാരിയറാണ്, ലഹരി ഉപയോഗിക്കുന്നയാളാണ്. ഈ വസ്തുത ആദ്യം പറയേണ്ടിയിരുന്നത് ആരാ? ഫിറോസ് അല്ലേ? പോലീസിനോട് പറയേണ്ടിയിരുന്നത്. അയാൾക്ക് അയാളുടെ സഹോദരനോട് അത്രമാത്രം താല്പര്യമുണ്ടായിരുന്നു എങ്കിൽ അയാൾ ചെയ്യേണ്ടിയിരുന്നത് എന്താ? ഒരു രക്ഷിതാവ് മകനെ കുറിച്ചല്ലേ പരാതി പറഞ്ഞത്, പോലീസിൽ വന്ന് പരാതി പറഞ്ഞത്? ഓർമ്മല്ലേ? ഒരു രാത്രി എൻ്റെ മകൻ എൻ്റെ വീട്ടില് ലഹരി ഉപയോഗിച്ച് വന്നിരിക്കുന്നു. അത് പറയാൻ ബാധ്യതപ്പെട്ട ഫിറോസ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ എന്തുകൊണ്ട് പോലീസിൽ നിന്നത് മറച്ചുവെച്ചു? എന്തുകൊണ്ട് മറച്ചുവെച്ചു? ഞാൻ പറയുന്നതല്ല,
ഇദ്ദേഹം ഫിറോസ് തന്നെ പറയുന്നത് തൻ്റെ സഹോദരനെ പിടിച്ചപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല, ഉപകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്, പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇനിയിപ്പോൾ രക്തമൊക്കെ പരിശോധിക്കുമല്ലോ. ബിനീഷ് കോടിയേരിയുടെ മുടി വരെ പരിശോധിച്ചില്ലേ? എന്നിട്ട് അയാൾ ഡ്രഗ് ഉപയോഗിക്കുന്നയാളാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ. അയാളെയാണ് ഡ്രഗുമായി ബന്ധപ്പെട്ട കേസിൽ പത്രസമ്മേളനം നടത്തി പരാതി കൊടുത്ത് കേന്ദ്ര സർക്കാരിന് എറിഞ്ഞുകൊടുത്തത്. ആ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ അവർകൾ എത്രമാത്രം മാനസികമായിട്ടുള്ള വിഷമം അനുഭവിച്ചിട്ടുണ്ടാകും. കണ്ണിൽ ചോരയുണ്ടോ അവർക്ക്? ആ കണ്ണിൽ ചോരയില്ലാത്തവരോട് നമ്മളും എന്തിന് കണ്ണിൽ ചോര കാണിക്കണം? ഓരോരുത്തരും എന്ത് ചെയ്തോ അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം അവർക്ക് കിട്ടും. അല്ല, മതത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ നൂറുകണക്കിന് പള്ളികളുടെ കാളിയാണ്. അപ്പോ അതിന്റെ അർത്ഥം എന്താ? ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, മതത്തിന്റെ ഒരു പരിവേഷവും കൂടി മുസ്ലിം ലീഗിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും ലീഗിന്റെ നേതാക്കന്മാരും മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാരെക്കാളും നേതാക്കന്മാരെക്കാളും സൂക്ഷ്മതയുള്ളവരാവണം. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം. ഓല് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങളും ചെയ്യാം എന്നത് ലീഗിന് പറയാൻ പറ്റില്ല. മറ്റു പാർട്ടികൾക്ക് പറയാം, കോൺഗ്രസിന് പറയാം, CPM അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, കേരള കോൺഗ്രസിന് പറയാം, മറ്റോല് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ലീഗിന് പറയാൻ പറ്റൂല. കാരണം കേരള കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബിഷപ്പല്ലല്ലോ, ആണോ? നൂറുകണക്കിന് പള്ളികളുടെ കാളിയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ക്രയവിക്രയ കാര്യത്തിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന സൂക്ഷ്മത അത് പുലർത്താൻ ഓരോ ലീഗുകാരനും ബാധ്യസ്ഥനാണ്, ഓരോ വിശ്വാസിയും ബാധ്യസ്ഥനാണ്. ആ ഒരു സൂക്ഷ്മത ലീഗിന്റെ നേതാക്കന്മാർക്ക് സാമ്പത്തിക കാര്യത്തിൽ ഇല്ല. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് രണ്ടാം ഖലീഫയോട് ചോദിച്ചു, എങ്ങനെയാണ് ഞങ്ങൾ ഒരു മുസ്ലിമിനെ തിരിച്ചറിയുക എന്ന്. അതിന് അദ്ദേഹം നൽകിയ മറുപടി, നിങ്ങൾ അയാളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി നോക്കൂ, എങ്കിലറിയാം അയാൾ ഒരു മുസ്ലിമാണോ അല്ലയോ എന്ന്. ഒരു വിശ്വാസിയാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ അയാൾ നിസ്കരിക്കുന്നുണ്ടോ, നോമ്പ് നോൽക്കുന്നുണ്ടോ, ഹജ്ജിന് പോയിട്ടുണ്ടോ എന്ന് നോക്കാനല്ല പറഞ്ഞത്. 10 റുപ്യ കടം കൊടുത്ത് നോക്കിയാൽ അറിയാം. ഈ പലിശ പോലും ഹറാമായിട്ട് കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞ പ്രകാരം ഈ മയക്കുമരുന്ന് കച്ചവടത്തിനുള്ള ലാഭം, സാമ്പത്തിക തട്ടിപ്പിൽ നിന്നുള്ള ലാഭം, അതൊക്കെയാണ് ലീഗ് നേതൃത്വത്തിന് ലഭിക്കുന്നത്. അതെല്ലാം തന്നെ സംസ്ഥ പോലുള്ള മുസ്ലിം സംഘടനകൾക്ക് ലഭിക്കുന്നില്ല. മതവുമായിട്ട് അത്ര ചേർന്ന സംഘടനകൾ അതിന്റെ ഒരു പങ്ക്. ഇപ്പൊ ലീഗിന്റെ കാര്യമല്ലേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതും. ലീഗിന്റെ ആളുകളാണല്ലോ ഇതിലൊക്കെ അംഗങ്ങളായിട്ടുള്ളതും. സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകളാരും ഇതുവരെ പിടിക്കപ്പെട്ടു എന്ന് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അല്ല, ഇത്യാദി പണമൊന്നും സമസ്തയിലേക്ക് പോകില്ല. സമസ്തക്കാര് പണം പിരിക്കുന്നതിന് അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ആരെങ്കിലും കൊണ്ടുവരുന്ന പണം എടുത്തു വെക്കാനുള്ളതല്ല സമസ്തയുടെ ആഫീസ്. അല്ല, കാളിയായിട്ട് വരുന്നത് പാർട്ടിയുടെ പ്രസിഡന്റ് തന്നെയാണ്. പക്ഷേ അത് മുസ്ലിം സമുദായം ആ കാര്യത്തെ സംബന്ധിച്ചൊന്ന് ആലോചിക്കട്ടെ. അങ്ങനല്ല, അതൊക്കെ എനിക്ക് ഈ വസ്തുതകൾ പറയുക എന്നുള്ളതാണ്. ഇതൊരു നേരാം വണ്ണമുള്ള ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരിക, ആ ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇത് പറയുമ്പോൾ ഈ തട്ടിപ്പ് നിർത്തണം. ഈ പാവപ്പെട്ട ലീഗുകാരുടെ പൈസ പോക്കറ്റിലാക്കി വിഴുങ്ങാനുള്ള ഈ ഒരു പ്രവണത ഉണ്ടല്ലോ, അതിന്റെ നാരായ പേരറുക്കണം. അത്രയും ഞാൻ പറഞ്ഞു.
അങ്ങനല്ല, മൈൻഡ് ചെയ്യാത്തത് കൊണ്ടല്ല. അത് ഇത്തരത്തിലുള്ള പറ്റിക്കലിന് ആൾക്കാർ വിധേയമാകുമ്പോൾ കൂടുതൽ പിന്നെ അതിലേക്ക് കൊടുക്കാനാണ് ആൾക്കാർ തയ്യാറാവുക. അപ്പോൾ നൂറ് മുസ്ലിയാർ തട്ടിപ്പിന് പിടിക്കപ്പെട്ടു. അതിനുശേഷം യഥാർത്ഥത്തിൽ നമ്മളുടെ നാട്ടിൽ അങ്ങനത്തെ തട്ടിപ്പ് നടക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ആൾക്കാർ പിന്നെയും ആ തട്ടിപ്പിന് വിധേയരാവുകയാണ്. അതെന്താ സാധാരണ നമ്മൾ പറയില്ല, ഹാദാ കൗമുൻ ജാഹിലൂൻ എന്ന് പറയില്ലേ, അതന്നെ. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ AR സഹകരണ ബാങ്ക് കോടിക്കണക്കിന് രൂപയാണ് ഇൻകം ടാക്സിലേക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് പിഴയായിട്ട് കെട്ടേണ്ടി വന്നത്. AR സഹകരണ ബാങ്കിലെ പല അക്കൗണ്ട് ഉടമകളും പണം കെട്ടേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഒക്കെ ലിസ്റ്റിന്റെ അടുത്തുണ്ട്. അങ്ങനൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയാം. നമുക്ക് ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, എന്ത്? പൈസ കെട്ടണം. സർക്കാരിന് കിട്ടേണ്ട പൈസ അങ്ങനെ ബലാരും അവനാന്റെ പോക്കറ്റിൽ കാക്കി കൊണ്ടോണ്ട. പൈസ കിട്ടില്ലോ എല്ലാരും. ബാങ്കിന് എത്ര കോടി രൂപയുടെ പിഴയാണ് വന്നത്, ബാങ്ക് അത് കെട്ടി. ബന്ധപ്പെട്ട വ്യക്തികൾ അവരും കെട്ടി. അത് കെട്ടുക എന്നുള്ളതാണ് അതിലെ ഒരു ശിക്ഷ എന്ന് പറയുന്നത്. അതവർ കെട്ടി. ഞാൻ ചോദിക്കുന്നത്, അതൊക്കെ അദ്ദേഹം തന്റെ പാർട്ടിക്കാരനല്ലാത്ത അനുജൻ ഇങ്ങനെ ഒരാളാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു എങ്കിൽ അദ്ദേഹം ഈ പറയുന്നതൊക്കെ ശരിയാ. എത്രയോ കൊല്ലങ്ങളായിട്ടാണ് തന്റെ സഹോദരൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം അറിയില്ല എന്നുണ്ടോ? അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പല യാത്രകളും ബാംഗ്ലൂരിലേക്ക്, കശ്മീരിലേക്കൊക്കെയുള്ള യാത്രകൾ, അതൊക്കെ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതും അറിയാമായിരുന്നു. അതൊക്കെ മറച്ചു വെച്ചു. ഇപ്പൊ നാട്ടുകാരോ പറഞ്ഞിട്ട് പിടിക്കപ്പെട്ടപ്പോ വലിയ മിശിഹയായിട്ട് വന്നിരിക്കുകയാണ്. അത് പോലീസിനോട് ചോദിക്കണം. കാരണം എന്താന്ന് വെച്ചാല് സാധാരണ ഇത്യാദി കേസുകളിൽ എന്താണ് അതിന്റെ നടപടിക്രമങ്ങൾ എന്നുള്ളത് ചോദിക്കുക. അയാൾ പോലീസിനെ തച്ചോ? നമ്മൾ ആരെങ്കിലും നമ്മൾ പ്രതിയല്ലാത്ത ഒരു കേസിൽ അന്വേഷിക്കാൻ വേണ്ടി പോലീസ് വന്നാൽ തല്ലോ നമ്മൾ? അപ്പൊ എന്തുകൊണ്ടാണ് തല്ലുന്നത്? പോലീസിനെ തല്ലി എന്നുള്ളത് തന്നെ അയാൾ കുറ്റം ചെയ്തു എന്നതിന്റെ തെളിവാണ്. എന്നിട്ട് പറയാണ് എന്ത്? പോലീസിനെ തല്ലിയ കേസിലാണ്. പോലീസിനെ തല്ലിയ കേസ് എങ്ങനെ ഉണ്ടായി? ലഹരി മരുന്നിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട്, അതിന്റെ വിപണനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് കിട്ടിയപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി പോലീസ് ചെന്നു. കാറ് പരിശോധിച്ചു. അപ്പൊ കുറെ സിറിഞ്ച് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കിട്ടി. മയക്കുമരുന്ന് കുത്തിവെക്കാനുള്ള ഉപകരണങ്ങൾ കിട്ടി. അങ്ങനെയാണല്ലോ ഉണ്ടായത്. അല്ലാതെ വെറുതെ പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ട് ഫിറോസിന്റെ സഹോദരൻ 4 തല്ലു കൊടുത്തതാ പോലീസുകാരന് ആണോ? അല്ലല്ലോ. തട്ടിപ്പ് തന്നെ. ഒരു പണിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു വീട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ അവിടെ. ഞാൻ വെച്ച കാലത്ത് അതിന് 10 ലക്ഷം റുപ്യാണ് വീട്. 5 ലക്ഷം റുപ്യ ഞാൻ കനറ ബാങ്കിൽ നിന്ന് എടുത്തു. 5 ലക്ഷം റുപ്യ ഞാനും ഭാര്യയും 12 കൊല്ലം 10 കൊല്ലത്തെ അധ്വാനം, അതിൽ നിന്ന് കിട്ടിയ പൈസ. അങ്ങനെയാണ് ഞങ്ങൾ വീട് വെച്ചത്. 1 കോടി രൂപയൊക്കെ ചെലവാക്കി ഒരു വീട് വെക്കാൻ. ഹൈവേയുടെ ഓരത്ത് 15 സെന്റ് സ്ഥലം, ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം രൂപ സെന്റിനുള്ള സ്ഥലം സ്വന്തമാക്കാൻ. ഇതിനൊക്കെ എവിടുന്നാണ് ഇവർക്ക് പൈസ? അവർ പറയട്ടെ, എനിക്ക് ഇന്ന ബിസിനസ് ഉണ്ട്, എനിക്ക് ഗൾഫിൽ ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിന് ഞാൻ നിക്ഷേപിച്ച പൈസ ഇന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയാണല്ലോ ഭാര്യ. അപ്പൊ അതിന് വെറുതെ കിട്ടിയതാണോ ആ ജോലി? ഇതിനൊക്കെ പണം വേണം. ആ പണമൊക്കെ എവിടുന്ന് കിട്ടി? അത് വെളിപ്പെടുത്തട്ടെ.
ഇവരുടെ ഒക്കെ ഷർട്ടും മുണ്ടും നോക്കിയാൽ തന്നെ അറിയാം. യഥാർത്ഥത്തിൽ ഈ വാർത്താ സമ്മേളനം ആ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ശരി CPM നടത്തേണ്ട വാർത്താ സമ്മേളനമാണ്. അപ്പൊ ഇത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്നത് അല്ല 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 ഒരിക്കലും അല്ല. ഞാൻ ഇവിടെ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളതൊന്നും പിന്നെ പാർട്ടിയോട് ആലോചിച്ചിട്ട് നടത്തിയിട്ടുള്ളതല്ല. ഇത് ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. വേറെ ആരെങ്കിലും പറഞ്ഞ ആകെ ഇതിനെ പിന്നെ മറിച്ച് തല കീഴാക്കി മുസ്ലിം വിരുദ്ധം എന്നും പറഞ്ഞു കണ്ട് ബില്ലിന്റെ ഇറങ്ങൂലേ എല്ലാവരും കൂടി. ഞാനും മുസ്ലിം തന്നെയാണ്. ഐ എം എ പ്രാക്ടീസിങ് മുസ്ലിം. ഞെക്കും നിക്കാരും നോമ്പും ഒക്കെ ഉണ്ട്. അഷ്കറൊന്നും ചോദിക്കാനില്ലേ? ആ ഒരിക്കലും അല്ല, അങ്ങനല്ല. നമ്മൾ ഏതാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പൊളിറ്റിക്സിൽ ആളുകൾക്കെതിരെ ആരോപണം കള്ളത്തരം പറഞ്ഞിട്ട് ആളുകളെ അപമാനിക്കുക എന്ന് പറയുന്നത് അതിന് അവർക്കൊക്കെ കിട്ടും, ഒരു സംശയവുമില്ല. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ഖുർആനിൽ അങ്ങോട്ട് കടത്തി, പിന്നെ മറ്റേതിന്റെ ഈന്തപ്പഴത്തിന്റെ കുരുവിൽ ഇങ്ങോട്ട് കടത്തി. എന്റെ മക്കൾ ഒരു തരി സ്വർണം പോലും ഉപയോഗിക്കാത്ത ആളുകളെ കുറിച്ച് ഇങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ? പടച്ചോൻ പൊറുക്കും. ആ അതൊക്കെ ഞാൻ പറയട്ടെ, അതൊക്കെ നമുക്ക് പിന്നൊരിക്കൽ ചോദിക്കാം. ഇതോടുകൂടി ഈ വിഷയം മാത്രം ഒതുങ്ങി നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെ? അതൊന്നുമില്ല. പക്ഷെ ഇത് ഓരോരുത്തരും അവനവനെ സംബന്ധിച്ച് നമ്മൾക്ക് രാഷ്ട്രീയമായിട്ട് ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാം. അതിൽ യാതൊരു കുഴപ്പമില്ല. അത് സത്യം വേണം, അതിൽ വസ്തുതകൾ വേണം. കള്ളച്ചൂത് കളിച്ചിട്ട് പരാജയപ്പെടുത്തുന്ന പണിയുണ്ടല്ലോ, അത് നടത്തരുത്. നടത്തുമ്പോൾ ഓർക്കണം, എന്നെങ്കിലും ഈ കള്ളക്കഥകൾ പുറത്തു വരും എന്ന്. പുറത്തു വന്നല്ലോ. ശരി. ആ അല്ലല്ലോ, അയാള് പോലീസിനെ തച്ചോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഉപകരണങ്ങൾ കിട്ടിയോ, അദ്ദേഹത്തിന്റെ പിന്നെ വസ്തുക്കൾ കൊല്ലങ്ങളായിട്ട് ഉപയോഗിക്കുന്നു എന്ന് അയാൾ പോലീസിൽ കുറ്റസമ്മതം നടത്തിയോ? ഇപ്പോ വെറുതെ പറഞ്ഞാൽ പറ്റൂല സുഹൃത്തെ. ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാണ്, എനിക്ക് പറയാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മദ്യം പോലും ഉപയോഗിച്ചിട്ടില്ല. മദ്യം പോലും എന്ന് പറയുന്നത് ഇപ്പോ അതിന്റെ ഏറ്റവും ചെറിയതാണല്ലോ, ബീർ. അതുപോലും ജീവിതത്തിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നല്ല സാലിഹായ ആളാണ്. നമുക്ക് ലീഗിന്റെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ആലോചിക്കാം. അത്ര യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ കാദിയൊക്കെ നമുക്ക് ആക്കാന്ന്. ബന്ധു നിയമനൊക്കെ എന്ത് അല്ല, ഒരു വ്യക്തി വൈരാഗ്യം എനിക്കില്ല. അല്ല, ഈ വിഷയത്തിൽ പിന്നെ ഞാൻ പ്രതികരിക്കണ്ടേ? അത് ശരി. ഞാൻ ഇരുന്ന സ്ഥാനാണത്, യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെ തോന്നിയാസം കാണിക്കുമ്പോ ഞാൻ പറയണ്ടേ അത്? അതുകൊണ്ടാണ് പറഞ്ഞത്.